പ്രാകൃതമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റി കള്ള് ഷാപ്പുകൾ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഇടങ്ങളായിട്ട്, കുടുംബസമേതം വരാൻ പറ്റുന്ന ഇടങ്ങളായിട്ട് മാറ്റുക. അപ്പം അതിന് കേരളത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഇടങ്ങളിലൊന്ന് കള്ള് ഷാപ്പുകളാണ്. പക്ഷേ അവിടേക്ക് പോകാനുള്ള ഒരു വൈമുഖ്യത്തിന് കാരണമായിട്ടുള്ള സാഹചര്യം ഉണ്ടല്ലോ, അത് മറികടക്കണം, അത് പരിഹരിക്കണമെന്നാണ് കാണുന്നത്. ഇപ്പോൾ കള്ള് ഷോപ്പുകളോടനുബന്ധിച്ച് നല്ല ഭക്ഷണശാലകൾ ആരംഭിക്കും. ഇതുവഴി കേരളത്തിന്റെ ഒരു തനത് പാനീയം എന്ന നിലയിൽ കള്ളും ഭക്ഷണവും ലഭ്യമാക്കും. വൃത്തിയും ശുചിത്വവും കള്ള് ഷോപ്പുകളിൽ ഉറപ്പാക്കും. ബോട്ടിൽ ചെയ്ത കള്ളും കള്ളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നതിനുള്ള അനുമതി നൽകും. ഇതിന് ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതി കൊണ്ടുവരും. ഇപ്പോൾ കള്ളിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിന്റെയും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ ഈ നയം ലക്ഷ്യമിടുന്നു. അത് ഒരു പരമ്പരാഗത വ്യവസായ മേഖല എന്ന നിലയിൽ കള്ള് വ്യവസായത്തിനും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും പ്രയോജനകരമായിരിക്കും. സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ, അതായത് നോട്ടിഫൈഡ് ടൂറിസം ഡെസ്റ്റിനേഷൻസിൽ, കള്ള് വ്യവസായ വികസന ബോർഡിന് സർക്കാരിന്റെ വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന 3 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലോ ഉള്ള റെസ്റ്റോറന്റുകളിൽ ടോഡി പാർലറുകൾ സ്ഥാപിക്കാൻ അനുമതി കൊടുക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കള്ള് ഷോപ്പുകളെ നവീകരിക്കുന്നതിന്റെയും ആധുനികവൽക്കരിക്കുന്നതിന്റെയും ഒരു അടുത്ത ഘട്ടമാണ് കള്ളിനെ സ്റ്റാർ ഹോട്ടലുകളിലേക്കും എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 സ്റ്റാർ മുതൽ മുകളിലേക്ക് കള്ള് ലഭ്യമാക്കുന്ന ടോഡി പാർലറുകൾ ആരംഭിക്കാനുള്ള അനുമതി നൽകും. ഈ ടോഡി പാർലറുകളിൽ അത് സ്ഥിതി ചെയ്യുന്ന എക്സൈസ് റേഞ്ച് പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന കള്ള് ഷോപ്പുകളിൽ നിന്ന് ബന്ധപ്പെട്ട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നൽകുന്ന പെർമിറ്റിന്റെ അടിസ്ഥാനത്തിൽ കള്ള് വാങ്ങി വിൽപ്പന നടത്താൻ അനുവാദം നൽകും. അതായത് ഏത് സ്റ്റാർ ഹോട്ടലിലാണോ ടോഡി പാർലർ സ്ഥാപിക്കുന്നത്, ആ ഹോട്ടലിരിക്കുന്ന എക്സൈസ് റേഞ്ചിനകത്തുള്ള കള്ള് ഷോപ്പുകളിൽ നിന്ന് കള്ള് വാങ്ങി വിൽപ്പന നടത്താൻ അനുവാദം നൽകും. പക്ഷേ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ പെർമിറ്റിന്റെ അടിസ്ഥാനത്തിലെ അനുവാദം ഉണ്ടാവും. ലിറ്ററിന് 2 രൂപ പെർമിറ്റ് ഫീസ് ഇതിന് ബാധകമായിരിക്കും. വിറ്റ് പോകാത്ത കള്ള് ഷോപ്പുകൾ കള്ള് വ്യവസായ വികസന ബോർഡിനും ടോഡി ഷോപ്പ് വർക്കേഴ്സ് ആൻഡ് ടോഡി ടാപ്പേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഏറ്റെടുത്ത് നടത്താനുള്ള അനുമതി നൽകും. ഇതും ഈ കള്ള് വ്യവസായത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികളുടെ ഉപജീവനം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു